യോഹന്നാൻ സുവിശേഷത്തില് സ്നാപക യോഹന്നാൻ 1:29 ഈശോ മിശിഹായെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതാ ജീവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വെള്ളികുളത്ത് സെമിനാരി ചേരുന്നതിന് ഒരു 10 വർഷം മുമ്പ് അവിടെ മിഷൻ ഔട്ട്റീച്ച് ധ്യാനവുമായി വീട് വീടാന്തരം ചെന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരപ്പൻ മരപ്പണി ചെയ്തുകൊണ്ട് മരത്തിൽ ഈശോയെ കൊത്തിക്കൊണ്ടിരിക്കുക. അതിനോട് ചേർന്ന് ഒരു കൊച്ചു പയ്യനുമുണ്ട്. അതായിരുന്നു ഞാൻ കണ്ട സുരേഷ് അച്ഛൻ. എന്നാ സുരേഷ് അച്ഛൻ അടുത്തൊരു ഫേസ് കാണുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സെമിനാരിൽ ചേർന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ വൊക്കേഷൻ പ്രൊമോട്ടറായ നോബി പനച്ചിക്കാല അച്ഛൻ, ആ അച്ഛന്റെ കൂടെ, ആ MCBS അച്ഛന്റെ കൂടെ ഞാൻ ചെല്ലുക. ഈ വീട്ടിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഇത് ഞാൻ പണ്ട് വന്നിരിക്കുന്ന വീടാണല്ലോ, അവിടുത്തെ കൊച്ചാണോ ഇന്ന് സെമിനാരിൽ പോകുന്നതെന്ന് ഓർത്തു. ആ വീട്ടുകാരൊക്കെ വളരെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വാഗതം ചെയ്തു. അവർക്ക് കൊച്ചിനെ വിടാൻ ഒത്തിരി സന്തോഷം. കൊച്ചിനാകട്ടെ അച്ഛനാകണം. വീണ്ടും അച്ഛനെ കാണുകയും അച്ഛനോട് സംസാരിക്കുകയും ചെയ്ത് എന്റെ മനസ്സില് അച്ഛന്റെ പട്ടത്തെ ശുശ്രൂഷയാ. അതിനുശേഷം അച്ഛൻ പോകുന്ന അരുണാചൽ പ്രദേശിലേക്കാ. അരുണാചൽ പ്രദേശില് ഏറ്റവും പാവങ്ങളുടെ കൂടെ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സുവിശേഷം ഒട്ടും തന്നെ കിട്ടിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ അരുണാചൽ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് നാടും കാടും പുഴയും ഒക്കെ താണ്ടി അച്ഛൻ തന്റെ സുവിശേഷ പ്രഘോഷണ ജീവിതം ആരംഭിച്ചു. അച്ഛന് പാവങ്ങളോട് ഉള്ള അച്ഛന്റെ കൺസേൺ വളരെ വലുതായിരുന്നു. ചെറിയവരിൽ ഒരുവനിൽ ഈശോയെ തന്നെ കണ്ടുകൊണ്ട് താൻ സ്വന്തം മുറിയാകട്ടെ, മുറിയില് വിലപിടിപ്പുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. അത്രയേറെ സിമ്പിളായിട്ട് ജീവിച്ച അച്ഛൻ വിശുദ്ധൻ എന്ന വണ്ണം ദൈവം സ്വീകരിക്കുമെന്ന് ഉറപ്പാ. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ തന്റെ ആത്മാവിനാൽ നമ്മുടെ ശരീരങ്ങൾക്കും പുതുജീവൻ പ്രദാനം ചെയ്യും. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, വേദനയോടെ ഇവിടുന്ന് വേർപാട് വേദനാജനകം തന്നെയാ. എന്നാൽ അതിനപ്പുറം നമ്മുടെ കണ്ണിലെ പൊടി മാറി ഉന്നതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാൻ പറ്റും, സുരേഷ് അച്ഛൻ വിശുദ്ധൻ തന്നെ. ലാളിത്യ ജീവിതം കൊണ്ടും വിശുദ്ധി കൊണ്ടുമൊക്കെ അച്ഛൻ ഒരു പ്രത്യേകതരം മനുഷ്യനായിരുന്നു. ഏറ്റവും എളിമയോടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി എളിയ ജീവിത ശൈലിയിലൂടെ, ലളിത ജീവിത സാഹചര്യങ്ങളിലൂടെ സുവിശേഷം അന്വർത്ഥമാക്കിയ വ്യക്തി അതാ സത്യത്തിലായിരിക്കുന്നത്. ലളിത ജീവിത ശൈലിയിലൂടെ ജീവിച്ച ഒരു മനുഷ്യൻ. സുരേഷ് അച്ഛൻ ഒരു ആർട്ടിസ്റ്റാ. നല്ല മനോഹരമായ കലാവിരുതുകളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ. കൈകൾ കൊണ്ടും ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുമ്പോഴുമൊക്കെ. പക്ഷെ കർട്ടന് പിന്നിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് അഭിനേതാക്കളെ മുന്നോട്ട് കടത്തി വിട്ടിട്ട് അച്ഛൻ പുറകിലേക്ക് മാറിപ്പോകുന്ന ഒരച്ഛൻ. അതായിരുന്നു സുരേഷ് അച്ഛനായിരിക്കുന്നത്. റോമ 8:38 പറയുന്നത്, ഫോർ ഐ ആം കൺവിൻസ്ഡ് ദാറ്റ്, എന്നാൽ ജീവനോ മരണത്തിനോ ദൂതന്മാർക്കോ അധികാരത്തോനോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് സുരേഷ് അച്ഛനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് എനിക്കുറപ്പാ. തീർച്ചയായിട്ടും സഭ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അച്ഛന്റെ ജീവൻ നിലനിർത്താൻ, ഈ ഭൂമിയിൽ അച്ഛന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി. അരുണാചൽ പ്രദേശിലെ ഏറ്റവും ബെസ്റ്റ് ആശുപത്രിയിൽ, അവിടുന്ന് എയർ ആംബുലൻസ് വഴി ഡൽഹിയിലേക്ക്. പക്ഷേ മനുഷ്യൻ നിശ്ചയിക്കുന്നതല്ല ദൈവം നിശ്ചയിച്ചത്. ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഈ കുഞ്ഞാടുണ്ടാകണം. കൊല്ലപ്പെട്ടിട്ടും ജീവനോടുകൂടി ആയിരിക്കാൻ വേണ്ടി, അനേകർക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്ത് തന്റെ ജീവനെ നേടുന്നതിന് വേണ്ടി സുരേഷ് അച്ഛൻ നമുക്ക് മുന്നേ പോകുന്നു എന്ന് മാത്രം. പരിശുദ്ധ കുർബാനയില് ഇങ്ങനെ പറയുന്നത്, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വലിയ അനുഗ്രഹമായിരുന്നു അച്ഛൻ എന്ന ജീവിതം വലിയ അനുഗ്രഹമായിരുന്നു. അച്ഛന്റെ ജീവിത ശൈലി ഈ 33 വയസ്സ് വരെ, ഈശോ മരിച്ചത് 33ാമത്തെ വയസ്സിലാണ്. 33ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചിരിക്കുകയെന്ന്. കുറച്ചു കാലം ഉള്ളെങ്കിലും അദ്ദേഹം വളരെ 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 മനോഹരമായി സുവിശേഷ ജീവിത ശൈലി ജീവിച്ചു എന്നതാ. പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനായിരുന്നു. ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴി ഞാൻ രക്ഷപ്പെടുകയും അനേകരെ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഉറച്ച കാതലായ ക്രിസ്തു വിശ്വാസം, കുർബാന വിശ്വാസം ജീവിച്ച അച്ഛൻ സ്വയം ബലിയായി കുർബാനയായി മാറി. ടൈഫോയിഡും വന്ന് മഞ്ഞപ്പിത്തവും മരിച്ചെങ്കിൽ നമുക്ക് ഓർക്കാം എങ്ങനെയാണ് ഈ ടൈഫോയിഡും മലേറിയ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തവും ഒക്കെ വന്നതെന്ന്.
ആ കോളനികൾ പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ കാടിനകത്തുള്ള ഗ്രാമപ്രദേശത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് അവർ തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ തരുന്ന വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചപ്പോഴത്തേക്ക് അങ്ങനെ സംഭവിച്ചതാ. തീർച്ചയായിട്ടും നമുക്ക് ചിലതിനൊന്നും ഉത്തരവില്ല. പക്ഷെ വിശ്വാസം എല്ലാത്തിനെയും അതിലംഘിക്കുന്ന ഒന്നാ. കർത്താവിന്റെ വിശുദ്ധരുടെ മരണം ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കുകയല്ല, അതിലും മേലെ ഒന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഉറപ്പാക്കാം. കർത്താവ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ് തന്റെ വലതുഭാഗത്ത് സുരേഷ് അച്ഛനെ സ്വന്തം സഹോദരി തന്റെ കരൾ പകുത്തു നൽകാൻ റെഡിയായിരുന്നു. എല്ലാ തരത്തിലും എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് റെഡിയായിരുന്നു. പക്ഷെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഓർക്കാം, പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ച പ്ലാവല ചിരിക്കണ്ട എന്ന. എന്റെ മുൻപിൽ സുരേഷ് അച്ഛൻ കാണിച്ചു തരുന്നത് തമ്പുരാൻ എന്റെ മുമ്പിൽ ഒരു കൈചൂണ്ടിയായിട്ട് കാണിക്കുക, ഉള്ള ജീവിതം നന്നായിട്ട് ജീവിക്കുക എന്നത്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നതാ സുരേഷ് അച്ഛൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.